guys, welcome to my YouTube channel. I'm so sorry ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മിഡ് ടേംസ് ആയിരുന്നു ഈ ഒരാഴ്ച മൊത്തം. സോ അതിനുള്ള പഠിത്തവും അതിന്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇന്നാണ് ഫൈനലി എന്റെ മിഡ് ടേം കഴിഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ തന്നെ മമ്മി പറഞ്ഞു നമുക്ക് ഇന്നൊരു മധുരം പലഹാരം റൈറ്റ് ഗൈസ്? യെസ്, അത് ഉണ്ടാക്കാമെന്ന് മമ്മി പറഞ്ഞു. അപ്പോ ഇവിടെ എന്റെ വീട്ടിൽ ഒരു മധുരമല്ല ലഡു കൊതിയനുണ്ട്. അത് പപ്പയല്ല, എൻ്റെ ബ്രദറാണ്. അപ്പം അതും ബ്രദറിന്റെ യെല്ലോ ലഡു തന്നെ വേണം കേട്ടോ. അതാണ്, യെല്ലോ കളറിലെ ലഡു തന്നെ വേണം. അപ്പം ഞങ്ങൾ ഓർത്ത് വന്ന ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഇച്ചിരി പേരെന്നോട് ചോദിച്ചു മമ്മി എന്താ എൻ്റെ വ്ളോഗിൽ കൊണ്ടുവരാത്ത, മമ്മി എന്താ എൻ്റെ ഷോർട്സിൽ കൊണ്ടുവരാത്തതെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് ലഡു ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ ഓർത്തു. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. മമ്മി യൂഷ്വലി ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ വന്നിരിക്കാറില്ല. പക്ഷെ ഇന്ന് വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്തു അടുക്കളയിൽ വന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ആ ഒരു സ്റ്റെപ്സും എല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ ഓർത്തു. ആഹാ, ഇത് ഓൾറെഡി എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ ഇട്ടേക്കുന്നത്? മുളക് പൊടി വല്ലോ ആണോ? മുളക് പൊടിയൊന്നും അല്ല മമ്മി, കടലമാവ് അരിച്ചു വെച്ചു. അരിക്കാതെ എടുത്തു കഴിഞ്ഞാല് നമ്മൾ കലക്കുമ്പോ കട്ട കിട്ടും. അപ്പൊ അത് കടലമാവ് എടുത്ത് വെച്ചു. അതിനകത്ത് ഇച്ചിരി ഫുഡ് കളർ ചേർത്തു. യെല്ലോ ഫുഡ് കളറാ ചേർത്തു. ഇപ്പൊ ഓറഞ്ച് ആയിട്ട് ഇരിക്കുന്നെങ്കിലും കലങ്ങി വരുമ്പോഴത്തേക്ക് അത് യെല്ലോ ആയിരിക്കും. പിന്നെ ഞാൻ അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടു, ഇച്ചിരി സോഡാപ്പൊടി ഇട്ടു, പിന്നെ ഇത് ഏലക്കാപ്പൊടി. ഇനിയും ഇത് കലക്കി ഒരു ദോശമാവിന്റെ പരുവത്തിലാക്കി. ദോശമാവിന്റെ പരുവത്തിൽ നമ്മൾ ഇതാക്കി എടുക്കണം ഗൈസ്. സോ അതിന്റെ ഇതിലോട്ട് നമുക്ക് പോവാം. ഇപ്പം മമ്മി ഒരു ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. എന്നിട്ട് ഇപ്പം മിക്സ് ചെയ്യോ? എനിക്ക് തോന്നുന്നു ഇച്ചിരി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിക്കും അല്ലേ അമ്മേ? ഒന്നിച്ചൊഴിക്കത്തില്ല. ഓക്കെ, അപ്പം അതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. കണ്ടോ, കൈയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം നിങ്ങൾ കണ്ടോ, എൻ്റെ പുറകിലും മമ്മി വെള്ളം ഒഴിക്കുക ഇളക്കുക. അതാണ് പരിപാടി. അങ്ങനെ ഇളക്കി അതിൻ്റെ ഒരു പരുവമാക്കിയിട്ടുണ്ട്. നോക്കിക്കേ, വെള്ളത്തിൻ്റെ കൂട്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇതിങ്ങനെ ഉണ്ടയാക്കുന്നേ നമ്മള് ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മള് ലഡുവിന്റെ ബൂന്തിയാണോ ആ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ അതിന് പകരം എന്തോ ചെയ്യുന്നത്? എളുപ്പ വഴി ചെയ്യാൻ പോവാ. യെസ്, ഈസി വേ. കണ്ടോ, ഞാൻ നിങ്ങളെ ട്രിക്സും എല്ലാം ഞാൻ കാണിച്ചു തരുവാണ്. കാരണം നിങ്ങൾക്കും ലഡു ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലഡു ഉണ്ടാക്കുവാണെങ്കിൽ എന്റെ വീട്ടിലും കൂടെ അയച്ചു തന്നേക്ക്. ഓക്കെ, ഞാൻ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം ഇതാണ് അടുത്ത സ്റ്റെപ്പ്. കോരി ചുറ്റിച്ച് ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കുക. ആഹാ, രസമുണ്ടല്ലോ. ഇത് ജലേബിയുടെ കൂട്ടെ, ലൈക്ക് വലിയ ജലേബി അല്ല. ഇത് ഇങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന ഇങ്ങനെ വരച്ചു കഴിഞ്ഞാ പെയിന്റിങ് പോലെ വരയ്ക്കുക ഗൈസ്. നോയിക്കോ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇത് തിരിച്ചും മരിച്ചും ഇട്ട് ഇങ്ങനത്തെ ഒരു പരുവമാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തോന്ന് എന്നോട് ചോദിക്കില്ല, പക്ഷെ അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണും. ലാസ്റ്റ് എന്തായാലും ലഡു ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പക്ഷെ അത് തിരിച്ചും മറിച്ചും ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ എല്ലാ മാവും ഒഴിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. മുൻപേ ഞാൻ മമ്മി കോരി ഒഴിക്കുന്നത് ഞാൻ കാണിച്ചില്ലേ? അപ്പം അങ്ങനെ കോരി ഒഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പല ഷേപ്സിൽ. നോക്കിക്കേ, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇനി ടേസ്റ്റ് അറിയണം. യൂഷ്വലി മമ്മി ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. ഭയങ്കര വെട്ടം. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒത്തിരി അരയ്ക്കുമോ? ഒന്ന് പൊടിച്ചെടുക്കും. സമ്മന്തിയാണോ അരച്ചെടുക്കാൻ? യെസ്. സോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ ഗൈസ്, മമ്മി മിക്സിയിലെല്ലാം ഇട്ട് പൊടിച്ചെടുത്തു. സോ ഫൈനൽ ലുക്കാണ്. ഇതെടുത്ത് തിന്നാൻ പറ്റുമോ അമ്മേ? മധുരമൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ തിന്നാൻ പറ്റും ഗൈസ്. സോ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട ആക്കുന്നതെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി ഈ ബൂന്തിയെ ഞാൻ പഞ്ചസാര ലായനി ഉണ്ടാക്കി അതിനകത്തിട്ട് ഇളക്കാനുള്ള പരിപാടിയാണ്. പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് മാവിന് 3/4 ഗ്ലാസ് പഞ്ചസാര, ഒരു ഗ്ലാസ് മാവിന് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെയുള്ള കണക്കിലാണ് ഈ ലായനി ഉണ്ടാക്കാം. കേട്ടല്ലോ, എന്നോടും പറഞ്ഞു തരുമോ? ഫ്യൂച്ചറിൽ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും.
ഇതോ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയോടെ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി ലയിപ്പിച്ച് പത വരുന്നേ ഒരു നൂൽ പരുവെന്ന് പറയും. അതിങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ ഒരു നൂലായിട്ട് വരും. അത്ര ആകണ്ട, അതിന് തൊട്ട് മുമ്പ് ഓഫാക്കണം. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുക്കി കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് ഇതായിരിക്കും മറ്റേ ഇതിലോട്ട് ഒഴിക്കുന്നത്. അല്ല, ഇതിനകത്തോട്ടാണ് നമ്മള് ആ ബൂന്തി ഇട്ട് ഇളക്കുന്നത്. ഓക്കെ ഓക്കെ. അങ്ങനെ തിളച്ച് പൊങ്ങുവാണ് ഗായ്സ് പഞ്ചസാര പാനി. കണ്ടോ? അങ്ങനെ ഗായ്സ് അതെല്ലാം കൂടെ ഈ മധുരമല്ല വെള്ളമെല്ലാം ഇതിന്റെ വരുന്നത് പഞ്ചസാര പാനിയിലോട്ട് ഇടാൻ പോവാണ്. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യും അല്ലേ? കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉരുട്ടുന്നതിന് മുൻപേ ഉള്ള ലുക്കാണിത്. ഇതിപ്പം ആ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്, നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന രീതിയിലുള്ളത്. അങ്ങനെ ഇപ്പം മമ്മി ലഡു ഉരുട്ടിക്കൊണ്ടിരിക്കുവാണ്. ലഡു ഉരുട്ടി കഴിഞ്ഞിട്ട് മുന്തിരിങ്ങയും വെക്കും, റൈസനും വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും, അതൊന്ന് ഹാർഡാകാൻ വേണ്ടി. അങ്ങനെ ഗൈസ് ഫൈനലി മമ്മി എല്ലാം, പാവം മമ്മി തന്നെ കേട്ടോ ഇത്ര ഉരുട്ടിയത്, ഞാൻ ഒന്നും സഹായിച്ചില്ല. മുന്തിരിങ്ങയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നൊന്ന് ലൈക്ക് ഹാർഡായാൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ ലഡു സെറ്റാണ് കേട്ടോ. ഇപ്പം ഇത് കാണുമ്പോഴേ അറിയാം ഇച്ചിരി ഒരു ലൈക്ക് എന്തോ പറയുന്നത്, നനവ് പോലെ നമുക്ക് ഈ ക്യാമറയിലൂടെ കാണാം. പക്ഷെ അത് ജസ്റ്റ് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും കേട്ടോ. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ടെസ്റ്റ് നടത്താൻ പറ്റത്തില്ല, കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഡ്രൈ ആവണമല്ലോ. But thanks to everyone who watched this entire vlog. I hope you liked it. Don't forget to subscribe, like, comment, share. So, adios!